ഇന്ധനമടിക്കാൻ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിർബന്ധമാക്കണമെന്ന് സുപ്രീം കോടതി. ഇൻഷുർ ചെയ്യാത്ത വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് തടയണം. ഇക്കാര്യം ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. പുതിയ വാഹനങ്ങളുടെ ഇൻഷുറൻസ് കാലാവധി കൂട്ടാനും നിർദ്ദേശമുണ്ട്. റഷീദ്, എന്താണ് കോടതി പറയുന്നത്? നിഷാദ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് സുപ്രീം കോടതി നിർണായകമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇൻഷുർ ചെയ്യാത്ത വാഹനങ്ങൾ ഇനി നിരത്തിലിറങ്ങുന്നത് നിരോധിക്കണം, അവയ്ക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരം വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് പ്രത്യേക സാങ്കേതിക സംവിധാനം രൂപപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്കാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേക സംവിധാനം ഒരുക്കിക്കൊണ്ട് വാഹനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തണമെന്നും ഈ വാഹനങ്ങൾ പമ്പുകളിൽ എത്തുകയാണെങ്കിൽ അവർക്ക് ഇന്ധനം നൽകാതെയുള്ള നടപടി അടക്കം സ്വീകരിക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ കാറുകൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കാലാവധി നീട്ടി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ ഇരുചക്ര വാഹനങ്ങൾക്ക് 5 എന്നുള്ളത് 6 വർഷമായിക്കൊണ്ട് അവരുടെ ഇൻഷുറൻസ് കാലാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ കാറുകൾക്ക് 3 നിന്ന് 4 വർഷമായിട്ടും ഈ കാലാവധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ തേർഡ് പാർട്ടി അടക്കം പുതുക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇനി ഇൻഷുറൻസ് പുതുക്കാതെ നിരത്തുകളിൽ ഇറങ്ങുന്ന വാഹനങ്ങളെ പിടികൂടുകയും അവയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പമ്പുകളിൽ എത്തുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം ലഭിക്കാത്ത സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകും. അങ്ങനെ നടപടി കർശനമാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിഷാദ്. ശരി.